ഗൈസ് എല്ലാവർക്കും റേറ്റർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മതാ ഈ ഫുട്ബോളായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോണത്. അതിനുമ്പ് നമ്മൾ സ്ക്വാഡ് ആദ്യം റെഡിയാക്കണം. സ്ക്വാഡിലിപ്പോൾ ഞാൻ മറ്റേ ഫാബ്രിക്കസ് മാനേജറിനായിട്ടുള്ള പൊസിഷൻ ഗെയിമിങ് 102 മെസ്സിങ്. ഇപ്പോൾ മെസ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മെസ്സി ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പിടിച്ച് ഇടണം. എൻ്റെ ഒരു ഈ പുളിസിച്ച് എന്നല്ലേ പേര്, പുളിസിച്ചിൻ്റെ കാർഡുണ്ട്. സെറ്റ് പെർഫോമൻസ് ആണ്. ഞാൻ എന്തായാലും ടീമിലായിട്ട് ഇടുന്നുണ്ട്. കാരണം എനിക്കൊന്ന് കളിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കളിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഡിവിഷനിൽ കളിപ്പിച്ചിട്ടില്ല. മറ്റേ ഞാൻ എന്തൊക്കെ പറയണേ, ഡിവിഷനിൽ കളിപ്പിച്ചില്ല. മറ്റേ എന്താ പറയുക, ഇവൻ്റ് ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ കളിച്ചപ്പോൾ AC മിലാൻ്റെതാണ്. കളിച്ചപ്പോൾ ഇവൻ്റെ കാർഡ് കിടക്കേണ്ടായിരുന്നു. കളിപ്പിച്ചപ്പോൾ സുഖമായി കളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല റണ്ണ്, ഫിനിഷിൻ്റെ ഭാഗം കഞ്ഞിവെള്ളം കൂടി കിട്ടാതെ മാതിരിയാണ്. ഇതിങ്ങനെ റീസെറ്റ് ആക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇവിടെ പണി വെട്ടിയിരിക്കുകയാണ്. 3 പോലെ എത്തിയിട്ടില്ല ഞാൻ. ഇപ്പോൾ എത്രയാ എന്തായാലും നമ്മൾ ഡിവിഷൻ 1 കയറും. 2 കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും മാച്ച് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. എന്തായാലും ഒപ്പോണൻ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജേഴ്സി ബാർസലോണയാണ് അതർ ടീമായിട്ട് വന്നുള്ളത്. അവനക്ക് വെള്ളം കൊടുക്കുക, നമുക്ക് നീലെടുക്കുക. ഇപ്പല്ലോ ഇത് അവൻ്റെ സ്റ്റേഡിയം നമ്മളെ സ്റ്റേഡിയം എന്നറിയില്ല. അവൻ്റെ ഹോം ഗ്രൗണ്ടാണ്. പുളിസിച്ച് ഏതാ നല്ല ഫോമിലാണ്. ഫെറാനും ഫോമിലാണ്. മറ്റേ ഫെറാൻ ടോറസ് ആണ്, മറ്റേ നിറ്റിയല്ല. പന്ന ഡെംഫ്രീസിനെ കൊണ്ട് വല്ലാത്ത കഷ്ടമാണ്. എപ്പം നോക്കിയാലും ഡൗൺഫാളാണ്. എപ്പം നോക്കിയാലും ഫോം എപ്പോഴും സാധനം അങ്ങനെ അടിക്കായിട്ടാണ്. എയ്മർ, ക്ലൈവേർട്ട്, പിന്നെ നമ്മളെ ഉടേകാടുണ്ട്. എന്തായാലും അവനെ സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. അത് സ്കോഡ് നോക്കട്ടെ. അവനക്ക് ബോറടിച്ചിറങ്ങിനോ. എന്തോ ഡീനോ ഉണ്ട്. അവൻ സ്കില്ലോളിയാണെങ്കിൽ മുഞ്ചി, ലാഗില്ലെങ്കിൽ രക്ഷപ്പെടാൻ. ഞാൻ എപ്പോൾ റെക്കോർഡ് അവൻ്റെ ഫസ്റ്റ് ടച്ച് ലയണൽ ആൻഡ്രസ് മെസ്സി ലാഗ് അടിച്ചിട്ട്, ബാസ്റ്റോണി, ലിവാക്കോവിച്ച്, ആദംസ്, കാർലോസ്. ഓക്കെ, നല്ല റൺ എടുക്കുന്നുണ്ട്. വാണ്ടയ്ക്ക് അയ്യോ, ചെക്കൻ്റെ കൊന്നിട്ടാ അവിടെ. യെല്ലോ കാർഡ് കൊടുത്തില്ലെങ്കിലാണ് റെഫറി മൊട്ടത്തല്ലേ നമ്മളെ കൂടെയാണ്. ഇപ്പോൾ കേസ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ സബ് ചെയ്യാണ്ട് ആരും കാണരുത്. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവേണ്ടാണ്. ബാസ്റ്റോണി എംബാപ്പെ പോയി മക്കളെ. അത് ആദംസ് എടുക്കണമെന്നുള്ളതാണ്. അത് ആദംസിന് കിട്ടിയിട്ടില്ല. പൊട്ടനാണ് അവൻ. പൊട്ടനെന്ന് വെച്ചാൽ ലോക പൊട്ടനാ, എന്നെ പോലെ എടുത്ത. കീപ്പർ രക്ഷപ്പെടുത്തി ഡബിൾ ബാറൊക്കെ ഇട്ട് കളിക്കണ പ്രാന്ത. പൊട്ടനല്ല. നല്ല ലാഗ് ഉണ്ടേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട് വെച്ചുറുക്ക്. ഓക്കെ, ഭാഗ്യമില്ല. ലാഗും ഭാഗ്യമൊക്കെ അവൻ്റെ കൂടെയാണ്. ലാഗ് എൻ്റെ കൂടെ, ഭാഗ്യം എൻ്റെ കൂടെ. ഞാൻ എന്തായാലും ലോജിക്കില്ലാത്ത വർത്തമാനമൊക്കെ പറയണമെങ്കിൽ ക്ഷമിക്ക്. അതായത് മൈൻക്രാഫ്റ്റ് അടിപൊളി ഷെയ്ഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഈ കാണാം. അതേപോലെ ഷെയ്ഡറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. വെക്കാം. ഡംഫ്രീസിൻ്റെ വാപ്പ ഐദറോസ്. ലിവാക്കോവിച്ച് അവനെ കൊന്ന് ഒക്കെ പറഞ്ഞേ. ഡബിൾ ബാറൊക്കെ ഇട്ടിട്ട് കളിച്ചിട്ട് ഇങ്ങനത്തെ ഒപ്പോണൻസിന് എന്തെങ്കിലും ഇഷ്ടമല്ല ഡബിൾ ബാറൊക്കെ ഇട്ട് കളിക്കണേ. അവൻ്റെ റേഞ്ച് പോയാ, നമുക്കതൊരു വിഷയമേ അല്ല.
അല്ല റേഞ്ച് വന്ന് ആരെപ്പറക്ക ലയണൽ മെസ്സി. മെസ്സി ഇറക്കിണ്ട്. സ്റ്റോയ്ക്കോവ് വരട്ടെ. പിന്നെ ഫോർലാൻ സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. നമ്മളെ മച്ചാനും സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. എംബാപ്പെ. അലക്സാണ്ടർ ആർണോൾഡ് അവിടെ പണിയാൻ എനിക്ക് ബോൾ ഫോർലാൻ മണ്ടുണ്ട്. ഗുഡ് പാസ്. ചോദിച്ചു കെറാറസ് എന്നുണ്ട് അല്ലേ? ആരോ കിടന്ന് ഹെഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു പുളിസിച്ച്. ഇതിങ്ങനെ വെക്കുക. നമുക്ക് ഫുൾ പവറിൽ നമ്മളെ ചെക്കന്മാരെ കുത്തിയിട്ടാൽ നല്ലത്. ഇല്ല മെസ്സി അതൊന്നും ഫൗളല്ലേ? അങ്ങനെ വിളിക്ക്. റഫറി റെഡ് ഇയാൾക്ക് ചോപ്പ് മഞ്ഞൊന്നും അറിയില്ല. പിന്നെ സെറ്റ് പീസ് കിങ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ബെക്കാമ സീനാണ്. അതിപ്പോൾ തലമാട്ട് അത് കീപ്പർ അങ്ങനെ അങ്ങോട്ട് വന്ന് കയറേണ്ട സാധനമായിരുന്നു. സത്യമായിട്ടും കയറേണ്ട സാധനമായിരുന്നു. സെറ്റ് പീസ് 6 യാർഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് വെക്കാം തന്നെ. പ്ലീസ് ഒന്ന് ഹെഡ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബാറിൻ്റെ റൈക്കാർഡ്. ഞാൻ അവൻ്റെ കളി കണ്ടിട്ടുണ്ട്. സെറ്റ് പ്ലെയറാണ്. യെസ് ഇത് നമ്മൾ കൊള്ളിക്കണം. അവന് റെഡല്ലേ? റെഡ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമുക്കത് അവനെന്തായാലും ഇങ്ങോട്ട് ചെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് അയ്യോ വല്ലാത്തൊരു ഗുലുമാൽ. റോബർട്ടോ കാർലോസ് ഇത്ര പവറിലടിച്ചിട്ട് നമ്മളെ ചെക്കൻ മണ്ടുണ്ട്. ഇത് ലാഗ് എന്നെക്കൊണ്ട് പറ്റണില്ല. വേറെ ഗെയിം ഞാൻ നിർത്തിപ്പോവും. നോക്കാം. അല്ലെങ്കിൽ മറ്റേ ചങ്ങാനെ ഞാൻ എടുത്ത് എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെ പറയും. ഞാൻ എന്തായാലും പാസ് അവിടെ കൊടുത്ത് ആലിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ ഈ ലാഗും വെച്ചിട്ട് കുറേ സ്പൈസ് ഉണ്ടാക്കുമ്പോഴാണ് അവൻ്റെ എന്തായാലും അടുത്ത മാച്ച് സ്റ്റാർട്ടാക്കട്ടെ, എന്നിട്ട് കാണാം. ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത പോണതിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫോർലാനെ ഞാൻ എന്തായാലും ചെയ്യേണ്ടി വരും. ചില സമയത്ത് ആ ചീട്ടച്ചൊക്കെ നല്ല കളി കളിക്കും. അല്ലെങ്കിൽ അവൻ്റെ പറയല്ല. ഇനി എന്തായാലും കഴിഞ്ഞു പോയി. എന്തായാലും വന്നിട്ടുണ്ട്. വീണ്ടും ബാർസയാണ് വന്നിട്ടുള്ളത്. നമ്മളെ പുലിസിച്ച് ഫോമിൽ, മറ്റേ തീട്ടച്ചക്കനും ഫോമിൽ. പിന്നെ ആരാ? ഈദൻ ഹസാർഡിനെ ഞാൻ ഇവിടെ കളിപ്പിച്ചാൽ ഒരു മിനിറ്റ് ഇവനെടുത്തിട്ട് ഇങ്ങോട്ട് ഇടാമല്ലോ. രണ്ടും കുഴപ്പമില്ലാണ്ട് കളിക്കും. പൊണൻ്റെ ഞാൻ ഡുവേ കണ്ടല്ലോ. ഡുവേ ഡെസാർഡുവിനെ കണ്ടതായിരുന്നു. അവൻ്റെ എൻ്റെ അതേ ഡുവേ ഉണ്ട്. മെസ്സിനെ നമുക്ക് പിന്നെ ഇറക്കാം. അയ്യോ കീപ്പറിനെ മാറ്റിയില്ല. അല്ലയോ ആ കോച്ച് പണി തരും. ഇതാ വന്നിട്ടുണ്ട് അവൻ്റെ ഫസ്റ്റ് ടച്ച്. അവൻ്റെ സ്നൈഡറാന്ന് അല്ല ഹാളൻഡ്. സ്നൈഡറിനെ പോലെ തോന്നിയേക്ക്. ബെക്കം ബോർ വാൻ ബ്യൂട്ടൻ. റോബർട്ടോ കാർലോസിന് കിട്ടിയില്ല. അതാ സ്നൈഡർ അതാ അവൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ ആത്മരക്ഷ. ചെക്കന് കിട്ടി. ഓടിക്കൊടുക്കറ മുന്നേ. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. അത് മറ്റേ
നടുവിരിക്കണൊക്കെ ഉണ്ടല്ലോ, എന്താണ് എൻ്റെ പേര്, തൊള്ള കിട്ടാത്ത. നോക്ക് നോക്ക് നോക്ക്, ബോള് നിങ്ങൾക്ക് കാണില്ലേ, റേഞ്ചില്ലാത്ര എനിക്ക്. നോക്കൂ നോക്ക് നോക്ക്, റേഞ്ചില്ലാത്ര. എന്ത് കഷ്ടം നോക്ക്. ഇപ്പോൾ ഓടുന്ന റേഞ്ച് വന്നിക്ക് ഫുൾ കട്ടായിക്കണം. ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡേ നല്ല രീതിക്ക് ലാഗാണ് വരുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റിയലി അമേസിങ്. അയ്യോ അതും പോയി. കിട്ടിയിട്ടുണ്ട് 4 ലൈനക്ക്. 4 ലൈൻ ഒന്നടിക്ക്. എൻ്റെ പൊന്നെ അടിച്ചടാ. എവിടെടാ തക്കോല്. അത് മറ്റേ ലിങ്ക് പ്ലേ വർക്കായതാണ്. നമ്മളെ ചെക്കന് ഇട്ട് കൊടുത്ത് 4 ലൈൻ ഓടിപ്പോയി എടുത്ത്. ഇനി അവൻ്റെ തോട്ടിയുണ്ട്. അത് 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 പൊട്ടി അത് പൊട്ടി അത് പൊട്ടി. അതിപ്പോൾ ക്രോസ് ഇട്ട് ഇല്ല, നമ്മളെ നെംഫ്രീസ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാറിന് കിട്ടുമെന്നൊന്നുമില്ല. സ്നൈഡർ കൊടുത്തോ, ഇനി തിരിഞ്ഞോടിക്കോ, തിരിഞ്ഞോട്, 4 ലൈനക്ക് വെച്ചെടുക്ക്. എന്ത് സേവട്ട്. ഇപ്പം എന്തായാലും രണ്ടാമത്തെ കളി ഡ്രോ പിടിച്ചിട്ടുണ്ട്. അയ്യോ, രണ്ടാമത്തെ കയറിയായിരുന്നെങ്കിൽ രസമായേനെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.